നമസ്കാരം. ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ക്ലാസ് മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകൾക്ക് താഴെ വന്നിട്ടുള്ള കുറച്ച് കമൻസുകൾ ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഞാനൊരു വീട്ടമ്മയാണ്, എനിക്ക് വരുമാനമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യണോ? എൻ്റെ വരുമാനം 4 ലക്ഷത്തിലും കുറവാണ്, അതുകൊണ്ട് ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ ഭർത്താവ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട്, അപ്പോൾ പിന്നെ ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യണോ? ഞാനൊരു വിദ്യാർത്ഥിയാണ്, എനിക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ലല്ലോ, അങ്ങനെയുള്ള ഞാൻ എന്തിനാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതും ഈ വിഷയം തന്നെയാണ്. വരുമാനമില്ലാത്ത അല്ലെങ്കിൽ ടാക്സബിൾ ആയിട്ടുള്ള ഒരു വരുമാനം ഇല്ലാത്ത ഒരാൾ എന്തിനാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്? ഇങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ ദോഷങ്ങളാണ് അവർക്ക് വരാൻ പോകുന്നത്? വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യമേ പറയട്ടെ, വെറും ഒരു 10 മിനിറ്റ് ചെലവഴിച്ച് ഒരു ITR ഫയൽ ചെയ്തില്ല എങ്കിൽ ആ പ്രവൃത്തി കാരണം നിങ്ങൾക്ക് കിട്ടേണ്ട ലക്ഷങ്ങളാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരു റീഫണ്ട് ലഭിക്കാനുണ്ടെങ്കിൽ അത് കിട്ടാതിരിക്കും, ഒരു ലോൺ മുടങ്ങും, ഒരു വിദേശയാത്ര പോലും നടക്കാൻ സാധിക്കാതെ വരും. ആ രീതിയിലുള്ള ഒരു 7 ദോഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാനിവിടെ പറയാൻ പോകുന്നത്. ഓരോന്നോരോന്നായി നമുക്ക് പരിശോധിക്കാം. ഇതിൽ ആദ്യത്തത് ഇൻകം ടാക്സിൻ്റെ റീഫണ്ട് നമുക്ക് നഷ്ടമാകും എന്നുള്ളതാണ്. എന്താണ് റീഫണ്ട്? ഇപ്പോൾ നമുക്കൊരു തുക ബാങ്കിൽ നിക്ഷേപമായിട്ടുണ്ട്. ആ നിക്ഷേപത്തിന് വലിയ മോശമല്ലാത്ത ഒരു ഇൻട്രസ്റ്റും നമുക്ക് ബാങ്കിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും? നമ്മളെ അറിയിക്കാതെ തന്നെ ആ നിക്ഷേപത്തിന്മേലുള്ള TDS അഥവാ നിയമപ്രകാരമുള്ള ടാക്സ് അത് പിടിച്ചെന്ത് ചെയ്യും? IT ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അടയ്ക്കും. യഥാർത്ഥത്തിൽ നമ്മൾ ആ തുകയ്ക്ക് ടാക്സ് അടയ്ക്കേണ്ടതില്ല, കാരണം നമുക്ക് 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതില്ല. ചിലപ്പോൾ ഈ ബാങ്കിൽ വരുന്ന പലിശ എന്ന് പറയുന്നത് ഒരു 25,000 രൂപയായിരിക്കും. ആ 25,000 രൂപയ്ക്കും പ്രൊപ്പോർഷണലായിട്ടുള്ള ഒരു ടാക്സ് ഈ ബാങ്കുകാർ പിടിച്ച് IT ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അടയ്ക്കും. അത് RBI കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശമാണ്. ആ രീതിയിൽ പിടിച്ചടയ്ക്കുന്ന തുക നമുക്ക് തിരികെ കിട്ടണം, കാരണം നമ്മൾ ടാക്സബിൾ ഇൻകത്തിൻ്റെ പരിധിയിൽ വരുന്നവരല്ല, അതിന് താഴെയാണ് നമ്മുടെ ഇൻകം. അങ്ങനെ വരുമ്പോൾ ഈ പിടിച്ചടച്ച ടാക്സ് അത് ചിലപ്പോൾ 1000 ആകാം, 25,000 ആകാം, ചിലർക്കത് ലക്ഷങ്ങളായിരിക്കാം. അപ്പോൾ ഈ രീതിയിലുള്ള TDS പിടിച്ചിട്ടുള്ളത് നമുക്ക് തിരിച്ചു ലഭിക്കണമെങ്കിൽ, നമുക്ക് തിരിച്ചു കിട്ടാൻ അർഹതയുണ്ട്, അത് നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ITR നിർബന്ധമായും ഫയൽ ചെയ്തിരിക്കണം. ഈ ഒരു വഴിയിലൂടെ മാത്രമേ ഈ പിടിച്ച TDS നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ ഒരു നിക്ഷേപത്തിന്മേൽ ബാങ്ക് എത്ര രൂപ TDS പിടിച്ചടച്ചു എന്നുള്ളത്. ആ TDS പിടിച്ചടച്ചത് എത്രയാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഇൻകം ടാക്സിൻ്റെ പോർട്ടലിൽ കയറി നമ്മുടെ ഫോം 26AS ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് അറിയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ പിടിച്ച തുക തിരിച്ചു കിട്ടണമെങ്കിൽ ഏക മാർഗം എന്താണ്? ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ നഷ്ടമായി നമുക്ക് കണക്കാക്കേണ്ടത്. മറ്റൊന്ന് ഒരു ബാങ്ക് ലോൺ കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ്. നമ്മൾ ബാങ്കുകളിൽ ഒരു ലോണിന്, അത് ഏത് ലോണും ആകാം, ഹൗസിംഗ് ലോൺ ആകാം, അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ ആവാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ലോൺ ആവാം, ഏത് ലോണാണെങ്കിലും ശരി, ബാങ്കുകൾ എന്താ ആവശ്യപ്പെടാറുണ്ട്? ഒരു 2-3 വർഷത്തെ ITR സ്റ്റേറ്റ്മെൻറ്റ്, അതായത് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ ഒരു രേഖ ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തില്ല എങ്കിൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ചിലപ്പോൾ ലോൺ മുടങ്ങുക തന്നെ ചെയ്യും, ചിലപ്പോൾ നമുക്ക് ലഭിക്കുന്ന ലോണിൻ്റെ തുകയിൽ കുറവും വരാം. ഇൻകം ടാക്സ് റിട്ടേൺ സമയത്ത് ഫയൽ ചെയ്തില്ല എങ്കിൽ ബാങ്ക് ലോൺ തടസ്സപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊന്ന്, പെട്ടെന്ന് നിങ്ങൾക്കൊരു വിദേശയാത്ര പോകേണ്ടി വരുന്നു എന്നിരിക്കട്ടെ. ഇപ്പോൾ വിദേശത്തുള്ള മക്കളെ അല്ലെങ്കിൽ ബന്ധുക്കളെ ഒക്കെ സന്ദർശിക്കാനായിട്ട് നമ്മൾ വിസ അപ്ലൈ ചെയ്ത് വേണം നമ്മൾ പോകേണ്ടത്. ഇങ്ങനെ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പല രാജ്യങ്ങളും എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ ITR ഫയൽ ചെയ്തതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യപ്പെടാറുണ്ട്. ഇത് മറ്റൊന്നിനുമല്ല, നമ്മുടെ ഒരു സാമ്പത്തിക രേഖയാണ് നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ ITR സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ സാമ്പത്തിക രേഖ കാണിക്കാത്തവർക്ക് വിസ നിഷേധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വിസയ്ക്ക് അപേക്ഷിക്കണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അപ്പോൾ വരുമാനം ഒരു പ്രശ്നമില്ല, വരുമാനം എത്രയായാലും നമ്മൾ എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് റിട്ടേൺ സമയത്ത് ഫയൽ ചെയ്തിരിക്കണം. മറ്റൊന്ന്, ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ നമുക്ക് ഫൈൻ അടയ്ക്കാനുള്ള സാധ്യതയാണ്. ഇപ്പം നമ്മുടെ ബാങ്ക് ഇടപാടുകൾ മുഴുവൻ IT ഡിപ്പാർട്ട്മെൻറ്റിന് ലഭിക്കും. എങ്ങനെയാണ്?
നമ്മുടെ AIS എന്ന് പറയുന്ന നമ്മുടെ ഇൻകം ടാക്സ് പോർട്ടലിൽ കയറി AIS എന്ന് പറയുന്ന ഒരു രേഖയുണ്ട്. ഈ AISൽ നോക്കിയാൽ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ വരുമാനവും അതിനകത്ത് കാണും. അപ്പോൾ അത് ഈ IT ഡിപ്പാർട്ട്മെൻറ്റിനും പരിശോധിക്കാൻ സാധിക്കും. ഈ വരുമാനത്തെ നമ്മൾ മനഃപൂർവ്വമോ ചിലപ്പോൾ നമ്മൾ മനഃപൂർവ്വം ഒളിച്ചു വയ്ക്കുന്നതായിരിക്കും, ഈ വരുമാനം ഉണ്ടെന്ന് ആരും അറിയണ്ട. അല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാതെ നമ്മുടെ അശ്രദ്ധ കൊണ്ടോ IT ഡിപ്പാർട്ട്മെൻറ്റിന് റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ ഭാവിയിൽ ഇൻകം ടാക്സ് നമുക്കെന്ത് ചെയ്യും? നോട്ടീസ് അയക്കും. അതിനോടൊപ്പം തന്നെ നമ്മളിത് റിപ്പോർട്ട് ചെയ്യാൻ താമസിച്ചതിൻ്റെ പേരിൽ നമുക്ക് എന്ത് ലഭിക്കാം? ഫൈനും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിൽ സൂക്ഷിക്കുക. നമ്മുടെ വരുമാന സ്രോതസ്സും വരുമാനവുമെല്ലാം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കൃത്യമായി കണ്ടുപിടിക്കാനുള്ള വഴികളുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മളത് ഒളിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് ഫൈൻ വരാനുള്ള സാധ്യതയുണ്ട്, നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ നോട്ടീസിന് മറുപടി അയക്കാൻ നമ്മൾ ഏതെങ്കിലും ഒരു ടാക്സ് പ്രാക്ടീഷണറെയൊക്കെ പോയി കാണണം, അതിനുള്ള ചിലവുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് വേറൊന്നുമില്ല, ഒരു 10 മിനിറ്റ് ചിലവഴിച്ച് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മതിയാകും. പിന്നെ കൂടുതൽ പേർക്കും ഉള്ള ഒരു പ്രശ്നം ഇതാണ്, പല തിരക്കുകളാണ്. ഈ തിരക്കിനിടയ്ക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തില്ല, അത് കുഴപ്പമില്ല, അതിപ്പോൾ ആരും കണ്ടുപിടിക്കില്ല എന്നൊക്കെയുള്ളൊരു മാനസികാവസ്ഥയിൽ ഇരിക്കുന്ന ചിലരുണ്ട്. പക്ഷേ മനസ്സിലാക്കുക, നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ സമയത്ത് ചെയ്തില്ല എങ്കിൽ കൃത്യമായും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അത് മനസ്സിലാക്കുകയും ചെയ്യും. പിന്നീട് എപ്പോഴെങ്കിലും നമ്മളത് കണ്ടുപിടിച്ച് അടയ്ക്കേണ്ടി വരുമ്പോൾ അതിന് നമ്മൾ ലേറ്റ് ഫീ അടയ്ക്കേണ്ടിയും വരും. ഏറ്റവും കുറഞ്ഞ ലേറ്റ് ഫീ നമുക്കറിയാം 1000 രൂപയാണ്. 1000 രൂപ മുതൽ മുകളിലോട്ട് നല്ലൊരു തുക നമുക്ക് ലേറ്റ് ഫീ ആയിട്ട് അടയ്ക്കേണ്ടി വരും. അതുകൊണ്ടിത് ഈ പറയുന്ന ജൂലൈ 31 ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ITR 1ൻ്റെ സമയപരിധി. അതിന് സാധിച്ചില്ല എങ്കിൽ മാത്രം ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫൈനോട് കൂടിയാണ് ഫയൽ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഫൈൻ ഒഴിവാക്കാനും നമ്മൾ എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് റിട്ടേൺ സമയത്തിന് ഫയൽ ചെയ്യണം. അടുത്തത് ഈ ഷെയർ മാർക്കറ്റിലൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്കാണ്. അവർക്ക് ഒരു വർഷം നഷ്ടമുണ്ടാകുന്നു എന്നിരിക്കട്ടെ. ആ വർഷം നഷ്ടമുണ്ടായി അടുത്ത വർഷം അത് ലാഭമാണെങ്കിൽ ഈ വർഷമുണ്ടായ നഷ്ടം അടുത്ത വർഷത്തെ ലാഭത്തിൽ തട്ടിക്കിഴിച്ച് നമുക്ക് ആ ഒരു നഷ്ടം നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതിനെ ലോസിനെ ക്യാരി ഫോർവേഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു വീഡിയോ പ്രത്യേകമായി തന്നെ ഇതിന് ശേഷം ചെയ്യുന്നതാണ്. അപ്പോൾ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ വർഷത്തെ റിട്ടേൺ ഈ വർഷത്തെ സമയപരിധിക്കകത്ത് തന്നെ ഫയൽ ചെയ്തിരിക്കണം. ഈ ITR സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യൽ ഇൻകം പ്രൂഫാണ്. നമ്മളൊരു സ്വത്ത് വാങ്ങുന്നു, അല്ലെങ്കിൽ നമ്മളൊരു സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു, അതുപോലെ തന്നെ ബാങ്കുകളുമായോ സർക്കാരുമായോ സ്വകാര്യ വ്യക്തികളുമായോ ഒക്കെ നമ്മൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഒഫീഷ്യൽ ഇൻകം പ്രൂഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ അതും സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് റിട്ടേൺ നമ്മൾ സമയത്തിന് തന്നെ ഫയൽ ചെയ്തിരിക്കണം. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്, എനിക്ക് വരുമാനമില്ല എന്ന് കരുതി ITR ഇതുവരെയും ഫയൽ ചെയ്യാത്തവർ ഓർക്കുക, വരുമാനമുള്ളപ്പോൾ മാത്രം അല്ലെങ്കിൽ വരുമാനമുള്ളവർ മാത്രം ചെയ്യേണ്ട ഒന്നല്ല റിട്ടേൺ ഫയലിംഗ്. ഈ പറഞ്ഞ രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങൾ നിർബന്ധമായും ITR ഫയൽ ചെയ്യേണ്ടതാണ്. ഈ രീതിയിൽ നിൽ റിട്ടേൺ ഫയൽ ചെയ്യുക എന്നാണ് ഇതിന് പറയുന്നത്. ടാക്സ് ഇല്ലാത്തവർക്ക് ഫയൽ ചെയ്യുന്നതിന് എന്താ പറയുന്നത്? നിൽ റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് പറയുന്നു. ഈ നിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതിനും ഉള്ള വഴി നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ, ഇൻകം ടാക്സ് റിട്ടേൺ എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നതെന്നുള്ള ആ വീഡിയോയിൽ തന്നെ അതിനെപ്പറ്റി നമുക്ക് ആ വീഡിയോയിൽ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഫയൽ ചെയ്താൽ മതി. അവിടെ ഇൻകത്തിൻ്റെ സ്ഥാനത്ത് ചിലപ്പോൾ 0 ആയിരിക്കും കിടക്കുന്നത് എന്നേ ഉള്ളൂ. എന്തായാലും നിൽ റിട്ടേൺ ആയാലും ശരി, നിങ്ങൾ കൃത്യമായും ഫയൽ ചെയ്തിരിക്കണം. ഇനിയിപ്പോൾ ഒരാഴ്ചയിൽ താഴെ മാത്രമേ നമുക്ക് സമയമുള്ളൂ. ഈ ഒരാഴ്ചക്കകം തന്നെ എല്ലാവരും അവരുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള പ്രവൃത്തികൾ തുടരണം. എത്രയും പെട്ടെന്ന് തന്നെ ഒരു തടസ്സവുമില്ലാതെ അത് ഫയൽ ചെയ്യുന്നതിനുള്ള എളുപ്പ വഴിയാണ് വർക്കിംഗ് ക്ലാസിൻ്റെ ആ വീഡിയോ ഒന്ന് കണ്ട് കൃത്യമായും നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പരമാവധി ആൾക്കാർ ഈ വിവരങ്ങൾ അറിയട്ടെ, ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായി കാണും വരെ താങ്ക് യു.